പൂജ്യ ബലിവസ്തുവായിടും അഖിലേശ്വരനെന്നും ആരാധന. ബലിവേദി മുന്നിലായി അണിചേർന്നു നിന്നിവർ ആത്മാവിലർപ്പിക്കും ആരാധന. അൾത്താരയിൽ പൂജ്യ ബലിവസ്തുവായിടും അഖിലേശ്വരനെന്നും ആരാധന. ബലിവേദി മുന്നിലായി അണിചേർന്നു നിന്നിവർ ആത്മാവിലർപ്പിക്കും ആരാധന. ആരാധന 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 ആരാധന. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോട് കൂടെ അങ്ങേ ആത്മാവോടും കൂടെ. സ്നേഹമുള്ളവരെ, ഇന്ന് ഒന്നാമത്തെ വായന ഹോസിയ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നിന്ന് രണ്ട് വ്യക്തമായ താക്കീതുകളാണ്, അല്ലെങ്കിൽ ചെയ്ത തെറ്റുകളെയാണ് ഹോസിയ പ്രവാചകൻ ചൂണ്ടിക്കാണിക്കുന്നത്. സമരിയായെയും എഫ്രായിമിനെയും എടുത്തു പറഞ്ഞുകൊണ്ടാണ് പ്രവാചകൻ ചൂണ്ടിക്കാണിക്കുന്നത്. ഒന്ന്, നിങ്ങൾ രാജാക്കന്മാരെ വാഴിച്ചു, അത് ദൈവമായ എൻ്റെ അറിവോ സമ്മതമോ ഇല്ലാതെയാണ്, നിങ്ങളുടെ സ്വന്തം ഇഷ്ടപ്രകാരം. പിന്നീട് ഇസ്രായേലിൻ്റെ ചരിത്രം ഇങ്ങനെ എടുത്തു നോക്കുമ്പോൾ അറിയാം, ഈ രാജാക്കന്മാർ കൊണ്ട് രാജ്യം നശിപ്പിച്ചു വെച്ചു എന്നുള്ളതാണ്. രാജ്യത്തെ ഇങ്ങനെ ഡിവൈഡ് ചെയ്യുന്നൊരു പരുവത്തിൽ കൊണ്ട് എത്തിച്ചു. എന്താണോ കർത്താവിൻ്റെ മനസ്സ് അത് നിറവേറ്റാനായിട്ട് പലപ്പോഴും പരാജയപ്പെട്ടു പോകുന്ന രാജാക്കന്മാരെ നമ്മൾ വായിച്ചെടുക്കുന്നുണ്ട്. ഒന്ന്. രണ്ടാമത്, നിങ്ങൾ വിഗ്രഹ ആരാധനകളിലേക്ക് തിരിഞ്ഞു. അവയ്ക്ക് ചെവിയുണ്ട്, കണ്ണുണ്ട്, പക്ഷേ കാണാനോ കേൾക്കാനോ കഴിയില്ല എന്നുള്ള വ്യക്തമായ രൂക്ഷമായ വിമർശനം ഹോസിയ പ്രവാചകൻ വഴി ദൈവം ഇന്ന് ഇസ്രായേൽ ജനത്തിന് കൊടുക്കുന്ന ഒന്നാമത്തെ വായന. സുവിശേഷം കൃത്യമായിട്ട് ഇതുമായിട്ട് ഒന്നിച്ചു പോകും. കാരണം ക്രിസ്തു ഒരു പിശാച് ബാധിതനെ സുഖപ്പെടുത്തുന്ന, അവൻ ഊമനായിരുന്നു, പിശാച് പുറത്തു പോയപ്പോൾ അവൻ സംസാരിച്ചു എന്ന് വായിക്കുമ്പോൾ മനസ്സിലാക്കിക്കോണം, ഇത് കറക്റ്റ് വിഗ്രഹാരാധനയുടെ അതേ ലൈനിൽ പോകുന്ന ഒരു കാര്യമാണ്. കാരണം പിശാച് ബാധിതന് അവന് കണ്ണുണ്ട്, അവന് ചെവിയുണ്ട്, അവന് നാവുണ്ട്, പക്ഷേ അവൻ ഊമനായിരുന്നു എന്ന് സംസാരിക്കാൻ പറ്റിയില്ല. കണ്ണുണ്ടായിട്ടും ശരിയായവ അവൻ കണ്ടില്ല, കാതുണ്ടായിട്ടും കേൾക്കേണ്ടതൊന്നും അവൻ കേട്ടില്ല, കാരണം അവൻ്റെ ഉള്ളിൽ ചെകുത്താനായിരുന്നു എന്നുള്ള. ഇന്ന് ഈ ബലിയർപ്പിച്ചു തുടങ്ങുമ്പോൾ നമ്മളും ആത്മാർത്ഥമായിട്ട് ഒന്ന് ധ്യാനിക്കേണ്ട വിഷയമായത്. കാരണം ഈ ഒരു പിശാചുബാധ നടക്കുമ്പോൾ, അല്ലെങ്കിൽ അതിനെ ദൈവം എടുത്തു മാറ്റുമ്പോൾ തന്നെ അവിടെ കൂടി നിന്നിരുന്ന ചില പ്രമുഖരായിരുന്നവർ, അതായത് സമൂഹത്തിലെ ചില VIPs അവിടെ നിന്ന് സീനിൽ നിന്ന് പറയുന്നുണ്ട്, ഇവൻ ചെകുത്താൻ്റെ നേതാവായ ബെൽസെബൂലിനെ കൊണ്ടാണ് ഇത് ഒഴിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് പോലും അവർക്ക് പിടികിട്ടിയില്ല എന്നുള്ളതാണ്. നേരെ കൺമുമ്പിൽ ഒരു കാര്യം, ഒരു കാരുണ്യ പ്രവൃത്തി, സ്നേഹത്തിൻ്റെ ഒരു പ്രവൃത്തി കണ്ടിട്ട് പോലും തിരിച്ചറിഞ്ഞില്ല എന്നുള്ളതാണ്. അങ്ങനെയാണ് നമ്മുടെയൊക്കെ സ്ഥിതി. എന്താണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, എന്താണ് കേട്ടുകൊണ്ടിരിക്കുന്നത്, എന്താണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, ഇതെല്ലാം പ്രധാനപ്പെട്ടതാണ്. ഈ ഒരു ബലിയിൽ നമുക്ക് ആത്മാർത്ഥമായിട്ട് നമ്മളെ തന്നെ ഒന്ന് ആത്മശോധന ചെയ്ത് ബലിക്കായിട്ട് നമുക്കൊരുങ്ങാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു, എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ,
ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, അധപ്പതിച്ച ലോകത്തെ അങ്ങേ പുത്രൻ്റെ താഴ്മയാൽ അങ്ങ് സമുദ്ധരിച്ചുവല്ലോ. അങ്ങേ വിശ്വാസികൾക്ക് ദിവ്യദാനം നൽകണമേ. അങ്ങനെ പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് അങ്ങ് മോചിപ്പിച്ച അവരെ നിത്യമായ സന്തോഷത്താൽ ആഹ്ലാദിക്കുവാൻ ഇടയാക്കണമേ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നും ദൈവമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങയുടെ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. ഒന്നാം വായന ഹോസിയ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന്. കർത്താവ് അരുളി ചെയ്യുന്നു, ഇസ്രായേൽ രാജാക്കന്മാരെ വാഴിച്ചു, എന്നാൽ എൻ്റെ ആഗ്രഹമനുസരിച്ചല്ല അവർ അധികാരികളെ നിയമിച്ചത്, എൻ്റെ അറിവ് കൂടാതെയാണ്. തങ്ങളുടെ വെള്ളിയും സ്വർണവും കൊണ്ട് അവർ വിഗ്രഹങ്ങൾ നിർമ്മിച്ചു, അത് അവരെ നാശത്തിലെത്തിച്ചു. സമരിയ, നിന്റെ കാളക്കുട്ടിയെ ഞാൻ തട്ടിത്തെറിപ്പിച്ചു. എൻ്റെ കോപം അവർക്കെതിരെ ആളിക്കത്തുന്നു. തങ്ങളെ തന്നെ ശുദ്ധീകരിക്കാൻ ഇനിയും അവർ എത്ര വൈകും? അത് ഇസ്രായേലിലെ ഒരു ശില്പി ഉണ്ടാക്കിയതാണ്, അത് ദൈവമല്ല. സമരിയായുടെ കാളക്കുട്ടിയെ കഷ്ണങ്ങളായി ഞാൻ തകർക്കും. അവർ കാറ്റ് വിതയ്ക്കുന്നു, കൊടുങ്കാറ്റ് കൊയ്യും. വളർന്നു നിൽക്കുന്ന ചെടികളിൽ കതിരില്ല, അത് ധാന്യം നൽകുകയില്ല. നൽകിയാൽ തന്നെ അത് അന്യർ വിഴുങ്ങും. എഫ്രായിം പാപത്തിനായി ബലിപീഠങ്ങളുടെ എണ്ണം വർദ്ധിപ്പിച്ചു, അത് അവന് പാപം ചെയ്യാനുള്ള പീഠങ്ങളായി. ഞാൻ അവന് 1000 പ്രമാണങ്ങൾ എഴുതി കൊടുത്തിരുന്നെങ്കിൽ തന്നെയും അവന് അവ അപരിചിതമായി തോന്നുമായിരുന്നു. അവർ ബലികൾ ഇഷ്ടപ്പെടുന്നു, അവർ മാംസം അർപ്പിക്കുന്നു, അത് ഭക്ഷിക്കുന്നു. എന്നാൽ കർത്താവ് അവരിൽ സംപ്രീതനാവുകയില്ല. അവിടുന്ന് അവരുടെ അകൃത്യങ്ങൾ ഓർക്കും, അവരുടെ പാപങ്ങൾക്ക് അവരെ ശിക്ഷിക്കും. അവർ ഈജിപ്തിലേക്ക് മടങ്ങും. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. ഇസ്രായേലെ കർത്താവിൽ ആശ്രയിക്കുവിൻ, ഇസ്രായേലെ കർത്താവിൽ ആശ്രയിക്കുവിൻ. നമ്മുടെ ദൈവം സ്വർഗത്തിലാണ്, തനിക്കിഷ്ടമുള്ളതെല്ലാം അവിടുന്ന് ചെയ്യുന്നു. അവരുടെ വിഗ്രഹങ്ങൾ സ്വർണവും വെള്ളിയുമാണ്, മനുഷ്യരുടെ കരവേലകൾ മാത്രം. ഇസ്രായേലെ കർത്താവിൽ ആശ്രയിക്കുവിൻ, ഇസ്രായേലെ കർത്താവിൽ ആശ്രയിക്കുവിൻ. അവയ്ക്ക് വായുണ്ട് എന്നാൽ മിണ്ടുന്നില്ല, കണ്ണുണ്ട് എന്നാൽ കാണുന്നില്ല. അവയ്ക്ക് കാതുണ്ട് എന്നാൽ കേൾക്കുന്നില്ല, മൂക്കുണ്ട് എന്നാൽ മണത്തറിയുന്നില്ല. ഇസ്രായേലെ കർത്താവിൽ ആശ്രയിക്കുവിൻ, ഇസ്രായേലെ കർത്താവിൽ ആശ്രയിക്കുവിൻ. അവയ്ക്ക് കൈയുണ്ട് എന്നാൽ സ്പർശിക്കുന്നില്ല, കാലുണ്ട് എന്നാൽ നടക്കുന്നില്ല. അവയെ നിർമ്മിക്കുന്നവർ അവയെപ്പോലെയാണ്, അവയിൽ ആശ്രയിക്കുന്നവരും അതുപോലെ തന്നെ. ഇസ്രായേലെ കർത്താവിൽ ആശ്രയിക്കുവിൻ, ഇസ്രായേലെ കർത്താവിൽ ആശ്രയിക്കുവിൻ. ഇസ്രായേലെ കർത്താവിൽ ആശ്രയിക്കുവിൻ. അവിടുന്നാണ് നിങ്ങളുടെ സഹായവും പരിചയും. അഹ്റോൻ്റെ ഭവനമേ, കർത്താവിൽ ശരണം വയ്ക്കുവിൻ, അവിടുന്നാണ് നിങ്ങളുടെ സഹായവും പരിചയും. ഇസ്രായേലെ കർത്താവിൽ ആശ്രയിക്കുവിൻ, ഇസ്രായേലെ കർത്താവിൽ ആശ്രയിക്കുവിൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ നല്ല ഇടയനാണ്. ഞാൻ എനിക്കുള്ളവയെയും എനിക്കുള്ളവ എന്നെയും അറിയുന്നു. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. മത്തായിയുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് പിശാച് ബാധിതനായ ഒരു ഊമയെ ജനങ്ങൾ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. അവൻ പിശാചിനെ പുറത്താക്കിയപ്പോൾ ആ ഊമൻ സംസാരിച്ചു. ജനങ്ങൾ അത്ഭുതപ്പെട്ട് പറഞ്ഞു, ഇതുപോലൊരു സംഭവം ഇസ്രായേലിൽ ഒരിക്കലും കണ്ടിട്ടില്ല.
എന്നാൽ ഫരിസേയർ പറഞ്ഞു, അവൻ പിശാചുക്കളുടെ തലവനെ കൊണ്ടാണ് പിശാചുക്കളെ ബഹിഷ്കരിക്കുന്നത്. യേശു അവരുടെ സിനഗോഗിൽ പഠിപ്പിച്ചും രാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ചും എല്ലാ രോഗികളും വ്യാധികളും സുഖപ്പെടുത്തിയും എല്ലാ നഗരങ്ങളിലും ഗ്രാമങ്ങളിലും ചുറ്റി സഞ്ചരിച്ചു. ജനക്കൂട്ടങ്ങളെ കണ്ടപ്പോൾ യേശുവിന് അവരുടെ മേൽ അനുകമ്പ തോന്നി. അവർ ഇടയനില്ലാത്ത ആടുകളെ പോലെ പരിഭ്രാന്തരും നിസ്സഹായരുമായിരുന്നു. അവൻ ശിഷ്യന്മാരോട് പറഞ്ഞു, വിളവധികം, വേലക്കാരോ ചുരുക്കം. അതിനാൽ തൻ്റെ വിളഭൂമിയിലേക്ക് വേലക്കാരെ അയക്കാൻ വിളവിൻ്റെ നാഥനോട് പ്രാർത്ഥിക്കുവിൻ. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഗോൽഗോഥായിലെ പരമയാഗം, സിഹിയോൻ ശാലയിലെ തിരുവത്താഴം. ഗോൽഗോഥായിലെ പരമയാഗം, സിഹിയോൻ ശാലയിലെ തിരുവത്താഴം. അനുസ്മരിക്കും നിതാ നിൻ തനയ സ്നേഹതാത ഒന്നു ചേർന്നീ അൾത്താരയിൽ ഗോൽഗോഥായിലെ പരമയാഗം, സിഹിയോൻ ശാലയിലെ തിരുവത്താഴം. സഹോദരനെ, നാം ഒന്നിച്ച് നർപ്പിക്കുന്ന ഈ ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുന്നതിനു വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. കർത്താവ് തന്റെ നാമത്തിൻ്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവൻ്റെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്നും ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവേ, അങ്ങേ നാമത്തിന് പ്രതിഷ്ഠിതമായിരിക്കുന്ന ഈ അർപ്പണം ഞങ്ങളെ ശുദ്ധീകരിക്കുകയും അനുദിനം സ്വർഗീയ ജീവിതത്തിലേക്ക് ഞങ്ങളെ എത്തിക്കുകയും ചെയ്യുമാറാകട്ടെ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അത് ഉചിതവും ന്യായവും അത്രേ. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. അങ്ങേ പ്രിയപുത്രൻ വഴി അങ്ങ് മനുഷ്യവർഗത്തിൻ്റെ സൃഷ്ടാവായിരിക്കുന്നത് പോലെ കാരുണ്യവാനായ ഉദ്ധാരകനുമാണ്. ആകയാൽ സർവ്വസൃഷ്ടിജാലങ്ങളും യഥായോഗ്യം അങ്ങേക്ക് സേവനമനുഷ്ഠിക്കുകയും വീണ്ടെടുക്കപ്പെട്ട സകലതും സമുചിതമായി അങ്ങയെ സ്തുതിക്കുകയും അങ്ങേ വിശുദ്ധർ ഒരേ ഹൃദയത്തോടെ അങ്ങയെ വാഴ്ത്തുകയും ചെയ്യുന്നു. അതിനാൽ ഞങ്ങളും സകല മാലാഖമാരോടും കൂടെ ആഹ്ലാദപുരസരം നിരന്തരം അങ്ങയെ വാഴ്ത്തി സ്തുതിച്ച് ഒന്നു ചേർന്ന് പ്രകീർത്തിക്കുന്നു. പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, സൈന്യങ്ങൾ തൻ കർത്താവാം ദൈവം പരിശുദ്ധൻ. നിരുപമമങ്ങേ മഹിമകളാൽ നിറഞ്ഞു മഹിയും വിണ്ടലവും. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവിൻ
തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാ. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. സ്നേഹമുള്ളവരെ, ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവരെ ഈ അൾത്താരയിലേക്ക് സമർപ്പിക്കാം. അതോടൊപ്പം നമ്മിൽ നിന്നും വേർപിരിഞ്ഞു പോയ നമ്മുടെ പ്രിയ സഹോദരങ്ങളെ ആരെയെങ്കിലും നമ്മളിന്ന് ഓർക്കുന്നുണ്ടെങ്കിൽ അവരെ കൂടി ഈ അൾത്താരയിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഊറ്റിക്കൊടുക്കപ്പെട്ട് സുമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. അങ്ങേ ഉയിർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങയെ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവൻ്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമേ എന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവെ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പയോടും രൂപതാധ്യക്ഷനോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിലെത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോട് നിദ്രകൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങയെ കാരുണ്യത്താൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളിലെല്ലാവരിലും അങ്ങ് കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യൗസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങയെ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങളങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങയ്ക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. ആമേൻ. രക്ഷാകരമായ കൽപ്പനകളാൽ ബോധിതരായും ദിവ്യ ഉപദേശങ്ങൾ കൊണ്ട് രൂപീകരിക്കപ്പെട്ടവരായും നിർഭയം നമുക്ക് ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. സ്വർഗത്തിൽ വാഴും
ഞങ്ങൾ തൻ താത നിന്നാമം പൂജിതം ആയിടേണം. മരണം നിൻ രാജ്യം സ്വർഗത്തിലെ പോൽ നിന്നുള്ളം പാരിലും ആയിടേണം. അന്നു വേണ്ടുന്നോരാഹാരമിന്നും ഞങ്ങൾക്കു നൽകുമാറായിടേണം. അന്യർ തൻ ദ്രോഹം ഞങ്ങൾ ക്ഷമിക്കുമ്പോൾ ഞങ്ങൾ തൻ ദ്രോഹവും നീ ക്ഷമിക്കാം. പാപപരീക്ഷയിൽ ഉൾപ്പെടുത്താതെ തിന്മയിൽ നിന്നും നീ കാത്തിടേണം. തിന്മയിൽ നിന്നും നീ കാത്തിടേണം. കർത്താവെ, എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്നു നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് ഞങ്ങൾ സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന് അങ്ങേ അപ്പോസ്തലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൻ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകാൻ കഴിയണമേ. എന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളയണമേ. ആമേൻ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും കൂടെ. നിങ്ങൾ പരസ്പരം ക്രിസ്തുവിൻ്റെ സമാധാനം ആശംസിക്കുമേൻ. ക്രിസ്തുവിൻ്റെ ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങൾക്കു ശാന്തി നൽകണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. ദിവ്യകുഞ്ഞാടിൻ്റെ ഈ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. കർത്താവേ, അങ്ങയുടെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങ് ഒരു വാക്ക് ഉച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. എൻ്റെ യേശുവേ, അങ്ങ് ഈ ദിവ്യകൂദാശയിൽ സന്നിഹിതനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യകൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരയണമേ. അങ്ങ് എന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായും ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങയിൽ നിന്നകലാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ.
യേശുവേ നീ വരൂ നാഥനായുള്ളിൽ, രക്ഷകാ നീ വരൂ ജീവനായുള്ളിൽ, പാപമെല്ലാം നീക്കുവാൻ യേശു നീ മാത്രം, പാപമെല്ലാം നീക്കുവാൻ യേശു നീ മാത്രം, സ്നേഹമായി പുണ്യമായി വന്നു വാണിടണേ. യേശുവേ നീ വരൂ നാഥനായുള്ളിൽ, രക്ഷകാ നീ വരൂ ജീവനായുള്ളിൽ. രോഗികളെ സുഖപ്പെടുത്തുകയും ദുഃഖിതരെ ആശ്വസിപ്പിക്കുകയും ചെയ്യുന്ന കർത്താവേ, ആശ്വസിപ്പിക്കുകയും ചെയ്യുന്ന കൊറോണ വൈറസ് മൂലം രോഗബാധിതരായി കഴിയുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെ തിരുമുമ്പിൽ സമർപ്പിക്കുന്നു. അവരെ ശുശ്രൂഷ ചെയ്യുന്ന ഡോക്ടർമാർ, നഴ്സുമാർ, ബന്ധുമിത്രാദികൾ എന്നിവരെല്ലാം രോഗബാധയിൽ നിന്ന് സംരക്ഷിക്കുകയും കാത്തുകൊള്ളുകയും ചെയ്യണമേ. രോഗികളോട് ശുശ്രൂഷാ മനോഭാവത്തോടെ ആത്മധൈര്യത്തോടെ പെരുമാറുവാനുള്ള കൃപ അവർക്ക് നൽകണമേ. കൊറോണ വൈറസിനെ പ്രതിരോധിക്കുവാനുള്ള മാർഗങ്ങൾ കണ്ടെത്തുവാൻ രാഷ്ട്രതലവന്മാരെയും ഭരണാധികാരികളെയും ഡോക്ടർമാരെയും അങ്ങ് സഹായിക്കണമേ. മരണത്തിന്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല എന്ന് ഉദ്ഘോഷിച്ച സങ്കീർത്തകനോട് ചേർന്ന് ഉറച്ച വിശ്വാസത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങളും അങ്ങിൽ ആശ്രയിക്കുന്നു. നിനവേ നിവാസികളെ പോലെ അനുതാപവും പ്രായശ്ചിത്തവും വഴി ഞങ്ങളും മാനസാന്തര വഴികളിലൂടെ അങ്ങേ പക്കലേക്ക് തിരികെ വരുന്നു. ഞങ്ങളുടെ എളിയ പ്രാർത്ഥനകൾ സ്വീകരിച്ച് എല്ലാ വിപത്തുകളിൽ നിന്നും പകർച്ചവ്യാധികളിൽ നിന്നും വിശിഷ്യ കൊറോണ വൈറസ് ബാധയിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങയുടെ അനന്തമായ കാരുണ്യത്താൽ സംരക്ഷിക്കണമേ. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. കർത്താവ് അരുൾ ചെയ്യുന്നു, അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങൾക്ക് വിശ്രമം നൽകാം. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഇത്ര മഹത്തായ ബലിവസ്തുക്കളാൽ സമ്പൂരിതരായ ഞങ്ങൾ രക്ഷാകരമായ ദാനങ്ങൾ സ്വീകരിക്കുവാനും അങ്ങേ സ്തുതികളിൽ നിന്നും ഒരിക്കലും വിരമിക്കാതിരിക്കുവാനും ഇടയാകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. കർത്താവ് നിങ്ങളോട് കൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. പോകുവിൻ, ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിനു നന്ദി.
പരിശുദ്ധ കന്യ മറിയമേ എന്നിൽ കനിയണമെന്നും കരുണാനിധേ ഒരു ദിവ്യപുത്രനു ജന്മം നൽകിയ പരിശുദ്ധയാണു നീ. ഒരു ദിവ്യപുത്രനു ജന്മം നൽകിയ പരിശുദ്ധയാണു നീ. പരിശുദ്ധ കന്യ മറിയമേ എന്നിൽ കനിയണമെന്നും കരുണാനിധേ ഒരു ദിവ്യപുത്രനു ജന്മം നൽകിയ പരിശുദ്ധയാണു നീ. ഒരു ദിവ്യപുത്രനു ജന്മം നൽകിയ പരിശുദ്ധയാണു നീ.